ചേരുന്നു. സാരംഗിനെ സംബന്ധിച്ച് അനുമോദിനെ പോലെയല്ല സാരംഗ് താരമേന അത്ര പുതിയൊരു തെരഞ്ഞെടുപ്പ് അനുഭവമായിരിക്കും സാരംഗിനുണ്ടായിരിക്കുന്നത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞേക്കും. ഈ തെരഞ്ഞെടുപ്പ് വിവിധ മണ്ഡലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയി എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടു. 3 മുന്നണികളിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ഒപ്പം പോയി നാട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ തേടി. ഇതൊക്കെ കാണുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ്, സാരംഗിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് അല്ലേ ഇത്? കാരണം ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തന രംഗത്തേക്ക് വന്നിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് പുതിയൊരു അനുഭവമാണ്. ഈ ഒരു ജനങ്ങളുമായി സംവദിക്കുന്നതായിക്കോട്ടെ, ഒപ്പം തന്നെ നേതാക്കളുമായി സംസാരിക്കുന്നതായിക്കോട്ടെ, ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളുമായി ഇടപഴകുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പുതുമ അനുഭവപ്പെട്ട ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള തിരുവനന്തപുരത്തടക്കം 3 മുന്നണികളും വലിയ രീതിയിലുള്ള ത്രികോണ മത്സരങ്ങൾ എല്ലാ മണ്ഡലത്തിലും നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത് നല്ല രീതിയിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പേരൂർക്കട ജംഗ്ഷനിലാണ്. ഇവിടുത്തെ കൊട്ടിക്കലാശത്തിൽ തന്നെ വലിയ ഭംഗിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 3 റോഡുകളായി വന്നു ചേരുന്ന ഈ ഒരു ജംഗ്ഷനിൽ 3 മുന്നണികളുടെയും കനത്ത രീതിയിലുള്ള കൊട്ടിക്കലാശമായിരുന്നു. മറ്റു മണ്ഡലങ്ങളായിക്കോട്ടെ, ഇപ്പോൾ നിയമമായിക്കോട്ടെ, അവിടെയും ത്രികോണ മത്സരം നടക്കുന്നു. ബിജെപി സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത് കൂടുതലായും ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ മത്സരങ്ങൾ നടക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഏത് മുന്നണികളായിക്കോട്ടെ, ഈ ഒരു ഏത് മണ്ഡലങ്ങളായിക്കോട്ടെ, അവിടെ എല്ലാം വലിയ രീതിയിലുള്ള മത്സരങ്ങൾ നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. തിരുവനന്തപുരം ജില്ലയിൽ അതായത് വലിയ രീതിയിലുള്ള അട്ടിമറി സാധ്യതയും വലിയ രീതിയിലുള്ള വിജയ സാധ്യതയും അടക്കം നിലനിൽക്കുന്ന ഒരു മണ്ഡലങ്ങൾ നിലനിൽക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ, നാളത്തെ നിശബ്ദ പ്രചാരണം കൂടി അവസാനിക്കുമ്പോൾ അത് കഴിഞ്ഞുള്ള ദിവസം ഇനി ജനങ്ങൾ ബൂത്തുകളിലേക്ക് എത്തുകയാണ്. നമുക്ക് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സാരംഗിന്റെ എന്തായാലും ആദ്യ തെരഞ്ഞെടുപ്പ് അനുഭവം തന്നെ വളരെ കൗതുകം നിറഞ്ഞത് കൂടിയായിരുന്നു. നമുക്ക് കാസർഗോഡ് നിന്ന് ഇനി KV ബൈജു കൂടി ചേരുന്നു. ബൈജു ദീർഘകാലമായി കാസർഗോഡ് നിന്ന് ഒട്ടേറെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് ബൈജു. ഈ ബൈജുവിന് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലത്തിലും, കാസർഗോഡ് എല്ലാ മണ്ഡലത്തിലും ഒന്നിലേറെ തവണ നമുക്ക് വേണ്ടി പോയതാണ്. എല്ലാ സ്ഥാനാർത്ഥികളെയും 3 മുന്നണികളുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും വണ്ടുവണ്ണുകളടക്കം നേരിട്ട് അവരുമായി ദീർഘനേരം സംസാരിച്ചാണ് അവരുടെ പ്രചരണത്തിനൊപ്പം പോയ ഒരാൾ എന്ന നിലയ്ക്ക് കാസർഗോഡിന്റെ ഈ പണ്ട് മുതലെയുള്ള 3-2 ആ ചിത്രത്തിൽ ഏതെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പതിറ്റാണ്ടോളമായി കാസർഗോഡ് ജോലി ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പാകട്ടെ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതെന്ന് പറയേണ്ടി വെച്ചാൽ പലപ്പോഴും നമുക്ക് നേരത്തെയൊക്കെ ചില മണ്ഡലങ്ങളിലൊക്കെ ആര് ജയിക്കുമെന്നൊക്കെ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതല്ല സ്ഥിതി എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കാസർഗോഡും മഞ്ചേശ്വരവും, നേരത്തെ കാസർഗോഡൊന്നും പതിവില്ലാത്ത രീതിയിൽ LDF ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥികൾക്ക് ഒരു ത്രികോണ മത്സരം സൃഷ്ടിച്ച് ആര് വിജയിക്കും അല്ലെങ്കിൽ ആരാണ് അടുത്ത MLA എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പോലും കഴിയാത്തത്ര രീതിയിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി കാസർഗോഡ് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് BJP ആണ് 2ാം സ്ഥാനത്തുള്ളത്. BJP അക്കൗണ്ട് തുറക്കാൻ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു മണ്ഡലം മഞ്ചേശ്വരത്തിന് സമാനമായി കാസർഗോഡും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കാസർഗോഡും മഞ്ചേശ്വരവുമായിരിക്കും ഒരു പക്ഷേ വോട്ടെണ്ണുമ്പോൾ വലിയ ശ്രദ്ധാ കേന്ദ്രമാവുക. ആരാണ് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ, കഴിഞ്ഞ 20 വർഷമായി സുരേന്ദ്രൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തരത്തിൽ ശ്രമിക്കുന്നു. എന്തായാലും സന്ദീപ് വാര്യരുടെ കൂടി വരവോട് തൃക്കരിപ്പൂറും വലിയ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുന്നു. എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് പറയേണ്ടി വരും. കിരൺ, ശരി ബൈജു. ഇനി നമുക്ക് ഡാനി കൂടി ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്നാണ് ചേരുന്നത്. ഡാനി, ഒരുപക്ഷെ കൊച്ചിയിൽ ഇത്രയേറെ നൂറ്റാണ്ട് കാലത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഒട്ടേറെ കണ്ട എല്ലാ പാർട്ടിയിലെയും പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ പേഴ്സണലായിട്ടടക്കം രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് ഡാനി. ഡാനിക്ക് ഈ തെരഞ്ഞെടുപ്പ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായി തോന്നുന്നത്? കിരണ്, ഇതിൽ പ്രചാരണ രംഗത്ത് പുലർത്തിയ ഒരു വ്യത്യസ്തതയും കാര്യങ്ങളും എല്ലാം തന്നെയാണ് അതിൽ ഒരു പ്രാഥമികമായിട്ട് തോന്നുന്നത്. കാരണം നേരത്തെ ഈ ഒരു സൈബർ സാധ്യതകൾ, അത്തരം സാധ്യതകളിലേക്ക് പോയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ അതിന്റെ ഒരു ഇടം, അതിന്റെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഒരു പരമാവധി മൂല്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മുന്നണികൾ അതിന്റെ കൂടുതൽ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് മുന്നോട്ട് പോയത്. ഇക്കുറി ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 3 മുന്നണികൾക്കും പ്രതീക്ഷിക്കപ്പെടുന്ന ചില ഇടങ്ങൾ എന്ന് പറയുന്നു. പ്രത്യേകിച്ച് എറണാകുളം ജില്ല പൊതുവിൽ അറിയപ്പെടുന്നത് UDFന്റെ ഒരു കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് തന്നെ.
കൂടുതൽ സാധ്യതകൾ അവർ അവിടെ കണ്ടുകൊണ്ട് കൂടുതൽ നേതാക്കളെ ഇവിടെ എത്തിച്ചുകൊണ്ട് കൂടുതൽ സീറ്റുകൾ 14 സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൂടുതൽ നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചത്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം മണ്ഡലമാകെ നിറഞ്ഞു നിൽക്കുന്ന 14 ഇടങ്ങളിലും കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ ഒരു വലിയ സാന്നിധ്യം ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഭാഗത്ത് പ്രവർത്തനം നടത്തുകയും മറുഭാഗത്ത് സൈബർ ഇടങ്ങളിൽ വളരെ സജീവമാക്കി നിലനിർത്തിക്കൊണ്ട് പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് പലപ്പോഴും കോൺഗ്രസ് UDF അനുവർത്തിച്ചത്. ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല LDFന്റെ ഒരു ക്യാമ്പയിനിലേക്ക് പോകുമ്പോഴെല്ലാം തന്നെയും കൂടുതൽ നേതാക്കൾ എത്തുന്നു. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ തവണ ചുരുങ്ങിപ്പോയ മണ്ഡലങ്ങളിൽ കൂടുതൽ സജീവമാകാനുള്ള സാധ്യതകൾ കൂടുതലായും തന്നെ വീണ്ടെടുത്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ UDF പ്രതീക്ഷ അർപ്പിക്കുന്നത് എറണാകുളത്താണ്. ഇടതുമുന്നണി അതിന്റെ ഒരു ആഘാതം കുറക്കുക എന്ന ലക്ഷ്യമാണ്. നമ്മുടെ സമയക്കുറവുകൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ ഇടപെടുന്നത്. നമുക്ക് ആജ്ഞ രവീന്ദ്രൻ കൂടി ചേർന്നുണ്ട്. ആജ്ഞ, കൊച്ചിയിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ബ്യൂറോയിൽ നിന്നുള്ള റിപ്പോർട്ടിംഗ് അനുഭവം, അത് ഇത്തവണത്തെ ആ ഒരു റിപ്പോർട്ടിംഗ് നിയമസഭാ റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ എന്താണ് തോന്നുന്നത്? രാഷ്ട്രീയ വിഷയങ്ങളാണോ അതോ മറ്റ് വിഷയങ്ങളൊക്കെയാണോ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത്? മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ടൈമിലും 9 സീറ്റ് വീതം ആണ് UDF, 14 സീറ്റിൽ 9 സീറ്റ് വീതമാണ് UDF ഈ മണ്ഡലത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. അതേസമയം ഈ തവണ തരംഗത്തിനൊപ്പമാണ് UDF തരംഗത്തിനൊപ്പമാണ് എറണാകുളമെങ്കിൽ അതിൽ കൂടുതൽ നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF. പക്ഷേ LDFന് തുടർഭരണം വേണം. അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ അട്ടിമറിക്കാൻ വേണ്ടി ആരിഫിനെ കൊണ്ട് ആലുവയിൽ നിർത്തുന്നുണ്ട്. അതുപോലത്തെ ഉള്ള കടുത്ത മത്സരങ്ങൾ എറണാകുളം ജില്ലയിൽ കാണാം. പ്രത്യേകിച്ചും ഈ ഗ്ലാമർ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഫറവൂൺ മണ്ഡലവും അതുപോലെ തന്നെ കളമശ്ശേരി മണ്ഡലവുമാണ് പ്രധാനമായിട്ടും ഗ്ലാമർ മണ്ഡലങ്ങളായിട്ട് പരിഗണിക്കപ്പെട്ടു വരുന്നത്. പക്ഷേ ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയാൻ ഇപ്പോൾ തൃപ്പൂണിത്തുറ മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. നേരത്തെ കുന്നത്തുനാട് അത്തരത്തിലൊരു ഗ്ലാമർ മണ്ഡലമായിട്ട് അല്ലെങ്കിൽ ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് കുന്നത്തുനാടിനെ പരിഗണിച്ചിരുന്നെങ്കിൽ പോലും പക്ഷേ അത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ അതിന്റെ ഗ്ലാമർ അല്പം ഒന്ന് കെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വലിയ ഇപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറയിലാണ് കൊട്ടിക്കലാശത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറയുടെ ഒരു വേവ് എന്ന് പറയുന്നത് തന്നെ ഈ ത്രികോണ മത്സരത്തിലാണ്. ഏത് തരത്തിലാണ് തൃപ്പൂണിത്തുറ സംസാരിക്കുക, ഏത് തരത്തിലാണ് വോട്ട് ബൂത്തിലെത്തുമ്പോൾ തൃപ്പൂണിത്തുറ സംസാരിക്കുക എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റം രഹസ്യ സ്വഭാവം തന്നെ, അതായത് മനസ്സ് തുറക്കുന്നേയില്ല തൃപ്പൂണിത്തുറയിലെ. എന്തായാലും നമുക്ക് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. എപ്പോഴും കൊട്ടിക്കലാശം നടക്കുമ്പോൾ വലിയ സംഘർഷങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായില്ലെങ്കിലും കൊട്ടാരക്കരയിലെ കൊട്ടിക്കലാശം നേരിയ സംഘർഷത്തിലേക്ക് UDF പ്രവർത്തകർ പടക്കം പൊട്ടിച്ചത് BJP പ്രവർത്തകർ ചോദ്യം ചെയ്താണ് സംഘർഷത്തിന് കാരണമായത്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് മറ്റ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടർമാരെ അടക്കം കണക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സമയ പരിമിതി മൂലം അതിന് സാധിച്ചിട്ടില്ല. വരും ദിവസങ്ങളിലും അത്തരം അവരുടെ അനുഭവങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്തവരുടെ അനുഭവങ്ങൾ കൂടി കേൾക്കേണ്ടതാണ്. അവർ നേരിട്ട് നേതാക്കന്മാരെ കണ്ടതാണ്, നേരിട്ട് ജനങ്ങളെ കണ്ടതാണ്. നേതാക്കളുടെ അവകാശവാദങ്ങളും ജനങ്ങളുടെ യഥാർത്ഥ പ്രതികരണവും തിരിച്ചറിഞ്ഞവരാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.